എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു യൗവനക്കാരനാണ് ബ്രദർ ടിസൺ തോമസ്. റോമൻ കത്തോലിക്ക സഭയെയും ആ സഭയിലുള്ള മാർപ്പാപ്പന്മാരെയും വൈദികരെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ബ്രദർ ടിസൺ. ഒരുപക്ഷെ അദ്ദേഹം ഒരു വൈദികനാകേണ്ടയാളായിരുന്നു. വൈദികനായിരുന്നാൽ ഇന്നൊരു പക്ഷേ ബഹുമാനപ്പെട്ട പാമ്പളാനി പിതാവിനെ പോലെ ഒരു മെത്രാനായിട്ടിരിക്കേണ്ട ആളാണ് ടിസൺ ബ്രദർ. ടിസൺ ബ്രദറിൻ്റെ ആശയങ്ങൾക്കെതിരെ ഞാൻ 2 വീഡിയോകൾ ചെയ്തു. പക്ഷേ അത് ടിസൺ ബ്രദറിന് വലിയ ഗുണമായി തീർന്നു. എങ്ങനെയാണ് ഗുണം ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചു. ബ്രദർ ടിസൺ, എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു? എനിക്ക് താങ്കളോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല, താങ്കളുടെ ആശയങ്ങളോടാണ് എനിക്ക് എതിർപ്പുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പതിവിൽ നിന്നും വ്യത്യസ്തമായി അലറിക്കൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ ഓർത്തു എൻ്റെ ചെവി പൊട്ടിത്തെറിച്ചു പോകും. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. നിങ്ങൾ ചെയ്ത വീഡിയോ എനിക്ക് ഒരുപാട് പ്രയോജനം ലഭിച്ചു. കാരണം ക്ലബ്ബ് ഹൗസിൽ കത്തോലിക്ക വിശ്വാസികൾ പോലും ഈ ടിസൺ ബ്രദറുമായി ഇങ്ങനെ ഉടക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ആളുകളെല്ലാം ടിസൺ ബ്രദറിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് നിൽക്കണം, നമുക്ക് പെന്തിക്കോസുകാരെ തകർക്കണം, ഓർത്തഡോക്സുകാരെ തകർക്കണം, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗുണമായിരിക്കുകയാണ്, നമ്മുടെ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സഭാവിഭാഗത്തിൽപ്പെട്ടവർ നമുക്കെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാം. അപ്പോൾ ടിസൺ ബ്രദർ വലിയ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമിതമായ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുകയാണ് ടിസൺ ബ്രദർ. അങ്ങനെ ഒരു ഗുണം ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഒരു കാലത്ത് കീരിയും പാമ്പുമായിരുന്ന ടിസൺ ബ്രദർ കത്തോലിക്കരും തമ്മിൽ ഒരു ജോയിൻറ്റിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല കാര്യം, ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ടിസൺ ബ്രദറിൻ്റെ അറിവിലേക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ടിസൺ ബ്രദറോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഷിബു പീഡിയക്കൽ എന്ന വ്യക്തിയെ ഒരു ശത്രുവായി കാണുന്നത്? കണ്ടാൽ അവർ കടിച്ചു കീറുന്ന കീരിയും പാമ്പും പോലെയാണ്. പക്ഷേ ഷിബു പീഡിയക്കലില്ല, ടിസൺ ബ്രദറിനേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്താണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഷിബു പീഡിയക്കൽ ബ്രദറുമായി താങ്കൾ ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ? ഞാനതിനുള്ള ക്രമീകരണം ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ്, ഞാൻ ഭയങ്കര പരിപാടിയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഷിബു പീഡിയക്കൽ എന്ന വ്യക്തിയുടെ മുൻപിൽ ടിസൺ തോമസ് എന്ന വ്യക്തി മുട്ടിടിച്ച് നിൽക്കുകയാണ്, മുട്ടുവിറക്കുകയാണ്, മുട്ട് തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ഈ വനത്തിൻ്റെ സൈഡിൽ വളർന്ന ഒരു വ്യക്തിയാണ്. കാട്ടാന വരും പറമ്പിൽ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പറമ്പിൽ ആന വന്നു കഴിഞ്ഞപ്പം അന്ന് ചാച്ചൻ വീട്ടിലില്ല. അമ്മ പറഞ്ഞു, നീ അയൽവക്കത്ത് പോയി 2-3 ആളുകളെ വിളിച്ചുകൊണ്ട് വാ, ആനയെ ഓടിക്കാൻ. രാത്രിയാണ്. അപ്പോഴെന്താ സംഭവിച്ചത്? എനിക്ക് പേടിച്ചിട്ട് മുട്ട് വിറച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മുട്ട് തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കാൻ, നടക്കാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഷിബു പീഡിയക്കൽ എന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാണ് ടിസൺ ബ്രദറിന്. മുട്ടിടിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, മുട്ട് വിറച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഷിബു പീഡിയക്കലുമായി താങ്കൾക്ക് പ്രശ്നമാണെങ്കിൽ ഒരു ഡിബേറ്റ് ചെയ്യാം. ഞാൻ ചെയ്യാനില്ല, എനിക്ക് സമയമില്ല. അതിന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെയുള്ളവരുമായിട്ട് ഡിബേറ്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അദ്ദേഹത്തിന് പേടിയാണ്, ഭയമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം തട്ടി. ഒരു കത്തോലിക്ക സഭക്കാരനും ഷിബു പീഡിയക്കൽ എന്ന ഓർത്തഡോക്സുകാരനോട് മുട്ടാൻ
ആശയപരമായി മുട്ടാനുള്ള ചങ്കൂറ്റമില്ല എന്നെനിക്ക് ബോധ്യം വന്നു. അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ശരിക്കും ടിസൺ ബ്രദറിന് എന്നോട് തോന്നിയ ഒരു വൈരാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ഷിബു പീഡിയക്കിനെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരാളെ ഞാൻ എൻ്റെ ചാനലിൽ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുഴുവൻ അംഗീകരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? പറ. ഇല്ല. ഞാൻ പറയാം, ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന വ്യക്തി യഹോവ പിശാചാണ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ യഹോവ, അതായത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവല്ല എന്നാണ് പറയുന്നത്. എന്നാൽ കുരുവിള സാമുവേൽ അച്ചായൻ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പിതാവാണ് യഹോവ എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ആശയം വളരെ ക്ലിയറായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ സൃഷ്ടികർമ്മങ്ങൾ നടത്തിയ, മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച യഹോവയായ ദൈവം, ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശുക്രിസ്തു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും പറയാൻ താല്പര്യപ്പെടുന്നതും. ഇനി നാളെ സാജു തോമസ് യഹോവ പിശാചാണ് എന്ന് പറഞ്ഞെന്ന് പറയരുത്. കാരണം ഞാൻ പറയില്ല. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച് യഹോവയായ ദൈവം നിലത്തെ പൊടിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി. അപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. ഇത് ചുമ്മാ പറയുന്നതല്ല. ഇതുണ്ടോ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 4-ാം വാക്യത്തിൽ യഹോവയായ ദൈവം എന്ന് പറയുന്നുണ്ട്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ. അപ്പോൾ സൃഷ്ടിച്ചതാരാണ്? യഹോവയായ ദൈവമാണ്. അപ്പോൾ എങ്ങനെയാണ് യഹോവ പിശാചാണെന്ന് പറയുന്നത്? എനിക്കറിയില്ല. അവരവരുടെ വാദം തെളിയിക്കട്ടെ. ഞാനതിൻ്റെ അകത്തൊന്നും ഇപ്പം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിപ്പിൻ്റെ ഉൽപ്പത്തി വിവരം എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാരാ? യഹോവയായ ദൈവം അല്ലേ? ഇനി അടുത്തത്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ, വാക്യം 7 അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ ആരാണ്? യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവമാണ് എൻ്റെ ദൈവം. ഇതാണ് ഞാനീ പറഞ്ഞത്. ഇനി അതല്ലാതൊരു വേറൊരു ദൈവത്തെ വിളിച്ചു പോകേണ്ട ആവശ്യം സാജു തോമസ് എന്ന എനിക്കില്ല. ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ആ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തു എന്നാണ് ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നത്. എതിർവാദങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. ദൈവം 2 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ 5 ഉണ്ടോ, ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലെ ചർച്ചാ വിഷയങ്ങളാണ്. എൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ പറഞ്ഞു. യഹോവ പിശാചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ യേശുവിൻ്റെ പിതാവാണ് യഹോവയായ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഞാൻ യഹോവ പിശാചാണെന്ന് പറയുന്ന ഒരാളെ വിളിച്ചിരുത്തി സംസാരിപ്പിച്ചത് കൊണ്ടോ, യഹോവ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു ഇല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് ഒരു മഹത്വവും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കുരുവിള അച്ചായൻ്റെ വിശ്വാസമല്ല എൻ്റെ വിശ്വാസം. യഹോവയുടെ ഒരു ദാസനാണ് യേശുക്രിസ്തു എന്നാണ് കുരുവിള അച്ചായൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദാസൻ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, ഇംഗ്ലീഷിൽ സെർവൻ്റ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് യഹോവയുടെ വേലക്കാരൻ, ദാസൻ. ദാസൻ എന്ന് പറഞ്ഞാൽ ദാസനെ എന്തും നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ 2 വ്യക്തികളുടെ നടുവിൽ നിൽക്കുന്ന ഞാൻ, ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും ചർച്ചയുണ്ട് ഷിബു ബ്രദറുമായിട്ട്, ഗുരുവിളാച്ചാനുമായിട്ട്. ഈ 2 പേരുടെ നടുക്ക് നിൽക്കുന്ന ഞാൻ, എൻ്റെ വിശ്വാസം യഹോവയായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇനി വരുന്ന ആളുകളിൽ പ്രശസ്തിയുണ്ട്.
അത് ചർച്ച തുടരുകയെ തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ടിസൺ ബ്രദർ എന്ന വ്യക്തിയാണ്. ടിസൺ ബ്രദറിന് എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം ഷിബു പീഡിയക്കലിനോട് വാദിക്കാൻ, തർക്കിക്കാൻ അല്ലെങ്കിൽ ഡിബേറ്റിന് അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ധൈര്യമില്ലായ്മ അത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഈ കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ് ഇദ്ദേഹത്തിന്. ചെറിയ കുട്ടികൾക്ക്, അതായത് എന്താണ് ഈ കൊതി കുത്തുക എന്ന് പറയും. ടിസൺ ബ്രദർ മനസ്സിലാക്കേണ്ട ആ വാക്കിൻ്റെ അർത്ഥം കൊതി കുത്തുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിഠായി മേടിച്ചു, ഇപ്പോൾ 2 മിഠായി മേടിച്ചിട്ട് വന്നു, ടോഫി മേടിച്ചുകൊണ്ട് വന്നു. ഒരു മിഠായി ഒരാൾക്ക് കൊടുത്തു, അടുത്ത മിഠായി ഇദ്ദേഹത്തിന് കൊടുത്തില്ല. അപ്പോൾ കൊതി കുത്തി പിണങ്ങിപ്പോവുക. ഒരു പിണങ്ങിപ്പോകുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഈ ടിസൺ ബ്രദർ എന്ന് പറയുന്നത്. ഇനി എൻ്റെ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എനിക്ക് ചർച്ചയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന സമയം വരുമ്പോൾ എൻ്റെ വാദങ്ങളെ മുൻപോട്ട് വയ്ക്കുവാൻ എനിക്ക് അവസരമുണ്ട്. ഞാൻ അന്നേരം എൻ്റെ വാദങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളാം. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ വിശ്വാസം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? അതായത് പെന്തക്കോസ്റ്റൽ വിശ്വാസമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അവിടെയും കൂടി ഇവിടെയും കൂടി നിൽക്കുന്ന സ്വഭാവത്തിൻ്റെ ആവശ്യകത എനിക്കില്ല. എൻ്റെ വിശ്വാസം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഷിബു ബ്രദറിൻ്റെ കൂടെ നിന്നാലും കുരുവളാച്ചാൻ്റെ കൂടെ നിന്നാലും ഇനി ഇന്നലെ വന്ന പ്രിൻസ് ബ്രദറിൻ്റെ കൂടെ വന്ന് നിന്നെന്ന് പറഞ്ഞാലും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അത് എനിക്ക് ആരുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം. അപ്പോൾ ഷിബു ബ്രദറിനെ കാണുമ്പോൾ ടിസൺ ബ്രദറിൻ്റെ മുട്ടിടിക്കുന്നു. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വ്യാപിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസിയായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ എന്നെ ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ഒരു വിമർശനം നടത്തിയത് അല്പം കൂടിപ്പോയി, അത്രയും വേണ്ടായിരുന്നു. ഒരു രീതിയിൽ നോക്കിയാൽ ടിസന് ഇത് ആവശ്യമാണ്. എങ്കിലും ടിസൺ എന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയെ ഇത്ര ശക്തമായി വിമർശിക്കുമ്പോൾ അത്രയും വേണ്ടിയിരുന്നില്ല. ടിസൺ ആവശ്യമുള്ളത് കൊടുത്താൽ മതി എന്ന് പറയാനായിട്ട് ടിസൺ ബ്രദറിന് ആവശ്യത്തിന് മിച്ചം ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്തു ടിസൺ ബ്രദർ? അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഇദ്ദേഹം എത്ര ദുർബലനാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ദുർബലരിൽ ദുർബലനാണ് അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം വീഡിയോ ചെയ്തിട്ട് എന്നെ പച്ചയ്ക്ക് ചീത്ത പറയാൻ തുടങ്ങി. അറിവില്ലാത്തവൻ്റെയും നെറിവില്ലാത്തവൻ്റെയും സ്വഭാവമാണ് ചീത്ത പറയുക എന്ന് പറയുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ നാട്ടിലുള്ള ഒരാളെ സംഘടിപ്പിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ പോയിരിക്കുകയാണ്. സുഹൃത്തെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആരാണ്, ആരായിരുന്നു, എന്തായിരുന്നു. എൻ്റെ അപ്പൻ്റെ പേര് തോമസ് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് ത്രേസ്യാമ എന്നാണ്. എൻ്റെ അപ്പൻ ഒരു സാധാരണ കൃഷിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം കപ്പ കൃഷി, വാഴക്കൃഷി, ഇഞ്ചി കൃഷി, മഞ്ഞൾ കൃഷി ഇതുപോലെയുള്ള ചെറിയ കൃഷി ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ വലിയ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളൊന്നുമല്ല. ഞങ്ങൾ ഒരു സാധാരണ കുഞ്ഞി കുടുംബത്തിലെ ഒരു അംഗങ്ങളാണ്. 4 മക്കളാണുള്ളത്. 3 ആണും 1 പെണ്ണുമാണ്. എല്ലാവരുടെ വിവാഹം കഴിഞ്ഞു. എല്ലാവർക്കും 2-3 പിള്ളേർ വെച്ചായി. ജ്യേഷ്ഠനും അനിയനും ഇവിടെ ഇല്ല, അവർ വിദേശത്താണ്. എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? ഞാൻ ഒരു TPM വിശ്വാസിയായിരുന്നു. എന്നാൽ ഞാൻ താമസിച്ച സ്ഥലത്ത് അവിടെ TPM സഭ ഇല്ലാത്തത് കൊണ്ട് 40 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് നടന്നു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. ഹൈ റേഞ്ചിൻ്റെ അവസ്ഥയൊന്നും ഈ നാട്ടിൽ കിടക്കുന്നവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. മലകളും കാടുകളും ഒക്കെ താണ്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കിലോമീറ്ററുകൾ നടന്ന് പോയാണ് ആരാധനയ്ക്ക് കൂടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സഭയുടെ ഒരു ബ്രാഞ്ച്, ഒരു മിഷൻ ഫീൽഡ്, ഓണവാര സുവിശേഷ വേല എന്ന് പറയും. അത് ഓണത്തിന് കിട്ടുന്ന 10 ദിവസത്തെ അവധിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ സുവിശേഷ വേല ചെയ്യും. അങ്ങനെ സ്ഥാപിതമായ ഒരു സഭ അവിടെ വന്നു.
അവിടുത്തെ ഉപദേശി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുന്ന ദിവസം ഇവിടെ വരണം. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. എനിക്കല്ലാതെ ഭൂതകാല ചരിത്രങ്ങളൊന്നുമില്ല. കള്ളക്കടത്തോ കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള കള്ളക്കടത്തോ മാഫിയ ബന്ധങ്ങളൊന്നുമില്ല. വളരെ ചെറുപ്രായത്തിൽ തന്നെ ബൈബിൾ സ്കൂളിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് അന്വേഷിക്കാനാണ്? ഇനി അതും പോട്ടെ, ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമാണോ? ഇപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം പറയുകയാണ്, അപ്പം ഞാൻ തിരിച്ചൊരു മറുപടി, ഞാൻ അങ്ങനെയാണ്, തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇത്രയും നാളോ അന്വേഷിച്ച് നടന്നത് വേസ്റ്റായി പോവില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ വെറുതെ അന്വേഷണമൊക്കെ നല്ലതാണ്, വഴിയും അഡ്രസ്സും എല്ലാം ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട, എനിക്ക് സ്വന്തമായിട്ട് വീടേ ഉള്ള വ്യക്തിയല്ല. ആ NH റോട്ടിൽ അവിടെ ബസ് ഇറങ്ങി ഇന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്ന് പറഞ്ഞാൽ അവിടെ ബസ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയാൽ മതി. തറവാട് വീടാണ്. തറവാട് വീടാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കയ്യിലാണ്. അത് എനിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത്രയുള്ള അവിടുത്തെ സംഭവം. ഞാൻ ചോദിക്കുന്ന ഇവരൊക്കെ എത്ര മ്ലേച്ഛന്മാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതി കുത്തുന്നവർ, വീട്ടിലിരിക്കുന്ന അപ്പനെ അമ്മയെ ഭാര്യയെ പെങ്ങളെ മക്കളെ ചീത്ത പറയുന്നവർ. നിങ്ങളെന്ന് ഈ ടിസൺ ബ്രദർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഭാര്യയും മകളെക്കുറിച്ച് ഇദ്ദേഹം അനാവശ്യം പറഞ്ഞിരിക്കുന്നു. എൻ്റെ മകൾക്ക് വയസ്സ് എത്ര ഉണ്ടെന്നറിയോ? 7 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കൊച്ചിനെ കുറിച്ച് വരെ ഈ ടിസൺ അനാവശ്യം പറഞ്ഞിരിക്കും. ഇവൻ എന്ത് കത്തോലിക്കനെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാലോചിക്കുക. അപ്പം ഇത്രയ്ക്കും സംസ്കാര ശൂന്യന്മാരായ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. 10 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെക്കുറിച്ച് അവിഖ്യാതി പറഞ്ഞ്, 7 വയസ്സ് 8 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെക്കുറിച്ച് അവിഖ്യാതി പറയുന്ന ഇവരെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് ഇവരുടെയൊക്കെ തലയ്ക്കെന്താണ് വല്ല ഓളമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് പറയും, ഇനി എൻ്റെ പിന്നെ ഒരു കാലത്ത് ട്രൂത്ത് വെയിറ്റേഴ്സ് എൻ്റെ പുറകെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സാജു തോമസിൻ്റെ വീട് എവിടെയാണ്? ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പർ വരെ ഇട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത് പറയും പറയാം. അതുകൊണ്ട് ദോഷങ്ങളുണ്ട്. ഫോൺ നമ്പർ ഒന്നുണ്ട്. പല ആളുകളും വ്യാജ രീതിയിൽ ഫോൺ ചെയ്യും. അതൊക്കെ ഞാൻ പോട്ടെ, ഇതൊന്നും ഞാൻ പറയാൻ വന്നല്ല. അപ്പോൾ നമ്മളൊരാശയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ആശയം പറയണം. ഇതാണ്. പിന്നെ ഇവരോടൊന്ന് എത്ര പറഞ്ഞാൽ ഇവർ നന്നാകുകയില്ലാത്തതുകൊണ്ട് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമായ ഉത്തരം പറയാനില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കുക എന്ന് പറയും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കുക. ഞാൻ ടിസൺ ബ്രദറിനോട് ചോദിക്കുന്നു, താങ്കൾക്ക് ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? താങ്കൾ പറയുന്നു യഹോവ പിശാച് എന്ന് പറയുന്ന ഈ ഷിബു പീഡിയക്കൽ ബ്രദറുമായി താങ്കൾക്ക് ഒരു ഡിബേറ്റിന് ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു കത്തോലിക്ക സഭക്കാരന് ചങ്കൂറ്റമുണ്ടോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇത് പരസ്യമായ വെല്ലുവിളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അപ്പം നിങ്ങൾ ചോദിക്കും താങ്കൾക്ക് എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കുഴപ്പം. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഡിബേറ്റ് അറേഞ്ച് ചെയ്യാം, താങ്കൾ വരൂ, സംസാരിക്കാം. കത്തോലിക്ക സഭയാണ് ബൈബിൾ എഴുതിയത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ? ഞാൻ ആളെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ചർച്ചയ്ക്ക് തയ്യാറാണോ? താങ്കൾ പറയുന്നു കത്തോലിക്ക സഭയാണ് ബൈബിൾ എഴുതിയത്, യേശുവും അപ്പോസ്തലന്മാരും കത്തോലിക്കരാരെന്നാണ് ടിസൺ ബ്രദർ പറയുന്നത്. യേശുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. സ്വർഗത്തിൽ ചെന്നാൽ യേശുവിൻ്റെ അമ്മ അദ്ദേഹത്തെ മോനെ കുട്ട ചക്കരയെന്ന് വിളിക്കുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്നും ബാധമുള്ള പ്രശ്നങ്ങളല്ല. പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയാണ് ബൈബിൾ എഴുതിയത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഇറങ്ങി വാ. പരസ്യമായിട്ട് പറയുകയാണ്. അലമ്പുണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇത്ര ശക്തമായി പറയാറുള്ളൂ. പക്ഷേ എൻ്റെ ഡിബേറ്റുകൾ നിങ്ങൾ കണ്ടാൽ വളരെ ശാന്തമായിരുന്നു കൊണ്ട് വളരെ പരിജ്ഞാനത്തോടെ വിവേകത്തോടു കൂടിയേ സംസാരിക്കാറായിട്ടുള്ളൂ. ഇതാണ് ഞാനീ പറഞ്ഞത്. ഒന്നാലോചിക്കുക. അപ്പോൾ കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് കാലഹരണപ്പെട്ട ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒരു പഞ്ഞവുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അന്ധവിശ്വാസം മാത്രമാണ് ഈ സഭ പുറപ്പെടുവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതൊന്നും ആരും പുറപ്പെടുവിക്കുന്നില്ല. യേശുക്രിസ്തു എന്ന വ്യക്തിത്വം, നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുത്തക അവകാശമാണോ? നിങ്ങൾ പറ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, ആ ദൈവം എൻ്റെ മാത്രം ദൈവമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ കൂടുതൽ നിങ്ങളുടെ പാരമ്പര്യവും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ ചോദ്യം സിമ്പിളായി ചോദിക്കും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം. കത്തോലിക്ക സഭയിലുള്ളവരോട് എനിക്ക് തോന്നുന്നില്ല ടിസൻ ബ്രദർ പറയുന്ന പോലെ വേറും, ഞാൻ അവരോടൊരു വാക്യം എടുത്ത് കാണിച്ച് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. ഇപ്പോൾ കുരുവിളാച്ചാൻ്റെ വാദം അവിടെ പൊളിഞ്ഞു. യേശു യഹോവയുടെ ദാസനാണ് എന്ന് പറഞ്ഞ ആ വാദം അവിടെ പൊളിയാണ്. അവൻ ആര്? യേശു കർത്താവ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഇനി അടുത്താണ് വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഇതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞു തന്നെ. അവൻ മുഖാന്തരവും, കണ്ടോ, ശ്രദ്ധിക്കൂ, അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഇനി ഇത് കൊള്ളുവല്ലം പറയണം. അപ്പോൾ നിങ്ങൾ പറയും, ഇനി നമുക്ക് മൂലഭാഷയിലേക്ക് പോകാം. ഇന്നലെ അതിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. ഈ ബൈബിളിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന പല വാക്യങ്ങളും തെറ്റാണ് എന്ന് വേദപണ്ഡിതന്മാരായി നിങ്ങൾ ഗ്രീക്കും എബ്രായ ഭാഷയും പഠിച്ചിട്ട് ഇരുന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കത്തിച്ചു വിടുകയാണ്. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തെ അക്ഷരത്തെറ്റ് മാറ്റി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഓർത്തഡോക്സ് സഭയായിക്കൊള്ളട്ടെ, കത്തോലിക്ക സഭയായിക്കൊള്ളട്ടെ, മാർത്തോമയായിക്കൊള്ളട്ടെ, പെന്തക്കോസ് ആയിക്കൊള്ളട്ടെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ ആരാധിക്കാൻ നിൻ്റെയൊക്കെ ഓശാരം വേണോ? പറ. എന്ത് പാരമ്പര്യമാണ് വേണ്ടത്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാൻ നിങ്ങളുടെ ആരുടെ ലൈസൻസാണ് വേണ്ടത്? ഏത് കത്തോലിക്കൻ്റെ ലൈസൻസ്, ഏത് ഓർത്തഡോക്സുകാരൻ്റെ ലൈസൻസാണ് വേണ്ടത്? പറ. എന്താ ദൈവം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഒരു കളിപ്പാവയാണ്, ഉണ്ണി യേശുവാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? സാമാന്യ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവില്ലേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്? ഇവിടെ ഈ വേദങ്ങൾ എഴുതുന്നതിന് മുമ്പ് കാലഘട്ടങ്ങളിൽ ഋഷിമാർ പറഞ്ഞു, എന്ത് പറഞ്ഞു? അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിച്ചാലും എന്ന് പറഞ്ഞു, അല്ലേ? ഇരുളിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിച്ചാലും എന്ന് പറഞ്ഞു. മരണത്തിൽ നിന്ന് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിച്ചാലും എന്നവർ പറഞ്ഞില്ലേ? ഇതാരെ കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവായ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് നിങ്ങളുടെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യയുടെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യയുടെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ മൂറോൺ തൈലം കൊണ്ട് എൻ്റെ തലയെ തേക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ ആവശ്യമുണ്ടോ? പറ. ഇത് ദൈവത്തെ ദൈവമായി മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ വല്ലഭത്വത്തെയും അവൻ്റെ ശക്തിയെയും മനസ്സിലാക്കുവാൻ മനുഷ്യൻ പരാജയപ്പെടുന്നത് കൊണ്ടും
ദൈവം നിങ്ങളെക്കാൾ താഴ്ന്നയൊരു വ്യക്തിയാണെന്നും ദൈവം നിങ്ങളുടെ പോക്കറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നത് കൊണ്ടുമാണ് നിങ്ങൾ ഇതുപോലെയുള്ള ആഭാസത്തരങ്ങൾ പറഞ്ഞു പരത്തുന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത ഒരു കാര്യങ്ങൾ പറയാം. ഇപ്പം ഓർത്തഡോക്സുകാർ പറയും യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം ദൈവമാണ്. കത്തോലിക്കർ പറയും അവരുടെ മാത്രം ദൈവമാണ്. അതിന് ഞാനൊരു വാക്യം കൂടെ എടുത്ത് കാണിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഇതുണ്ടോ? ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്. ദൂതൻ അവരോട്, ശ്രദ്ധിക്കണം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞേക്കുന്ന ആരെക്കുറിച്ചാണ്? അപ്പോൾ പറയും അന്നുള്ള യഹൂദനെക്കുറിച്ചാന്ന് പറയല്ലേ. ഇതൊക്കെ അവനോൻ്റെ സൗകര്യത്തിന് വേണ്ടി, അവനോൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങ് വാദിച്ച് തട്ടിവിടുവാണ്. നിങ്ങളുടെ നീതി ദൈവത്തിൻ്റെ മുമ്പിൽ എന്തായിരിക്കും? നമ്മളിവിടെ വലിയ പണ്ഡിതനാണ്, പാമരനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുക. ഞാൻ വലിയ അറിവുള്ളവനാണ്, തികഞ്ഞവനാണ്, പാണ്ഡിത്യമുള്ളവനാണ്, എനിക്ക് ബൈബിൾ മുഴുവൻ അരച്ച് കലയി കുടിച്ച് എൻ്റെ മുമ്പിൽ ആരുമില്ല, ഞാൻ വെല്ലുവിളിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരു കൃമി, ഒരു കീടയുടെ വലിപ്പം പോലും ഇല്ല. അറിയാവോ? അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ഇനി വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനനും പിന്നെ പറഞ്ഞേക്കുന്ന സകലർക്കും, യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇനി അതൊക്കെ പോട്ടെ, ഇതൊക്കെ അല്പന്മാർ പറഞ്ഞ് പരത്തുന്ന ഓരോ സംഭവങ്ങളാണ്. യേശു ഞങ്ങളുടെ മാത്രമാണ്, ഞങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നതാണ്. വേറെ ആരും ബൈബിൾ വായിക്കാൻ പാടില്ല, വേറെ ആരും യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാൻ പാടില്ല, ജാതികൾ കടന്നു വരാൻ പാടില്ല, അന്യമതത്തിൽപ്പെട്ടവർ വരാൻ പാടില്ല. ഇത് ഇങ്ങനെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് എന്ത് ദൈവമാണെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നെ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച 33 കോടി ദേവീ ദേവന്മാരുണ്ട് ഇവിടെ ഈ ഹിന്ദു മതത്തിൽ. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേറെ ദൈവമുണ്ട്, ഗ്രീക്കുകാരെ സംബന്ധിച്ച് അവർക്ക് വേറെ ദൈവമുണ്ട്. ഇങ്ങനെ ലോകത്തിൽ എല്ലാവർക്കും കൂടെ ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട്. ഇതെന്ത് ദൈവസങ്കല്പമാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം ഇല്ലേ? ആ ദൈവത്തെ കാണാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ചീട്ട് വേണോ? പറ. ആ ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യന് വെളിപ്പെടുന്നു, മനുഷ്യന് പല കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു, ദർശനത്തിലൂടെ സംസാരിക്കുന്നു. ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതെൻ്റെ അനുഭവമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇത് പറയാമെന്ന് ഇത്ര ആശയങ്ങളേ ഉള്ളൂ. ഇപ്പം ഒരു സഹോദരൻ, ഇപ്പം ടീസൻ ബ്രദർ പറഞ്ഞതിന് പെന്തിക്കോസുകാർ ഞങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ പെന്തിക്കോസുകാർ നിങ്ങളുടെ ശത്രുവാണെങ്കിൽ നിങ്ങൾ ശത്രുവായിട്ട് കാണുന്ന ഞങ്ങൾ പെന്തക്കോസ്തുകാർ നിങ്ങളുടെ ആരുടെയും ചെരുപ്പ് അഴിക്കാൻ വരുന്നവരല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഒരു ഓശാരവും വേണ്ട. ഞങ്ങൾക്ക് നിലനിൽക്കാൻ നിങ്ങളുടെ ആരുടെ ഒരു ഔദാര്യവും വേണ്ട. 100 വർഷം കൊണ്ട് 60 കോടി ജനമായിട്ട് വളർന്നു വന്ന ഈ പെന്തക്കോസ്തൽ പ്രസ്ഥാനം കർത്താവ് വരാൻ താമസിച്ചാൽ ഇനിയൊരു 500 വർഷം കൂടെ ഉണ്ടെങ്കിൽ കത്തോലിക്ക സഭയെ കവച്ചു വെച്ചുകൊണ്ട് പെന്തക്കോസ്തൽ സഭ മുമ്പോട്ട് പോകും. ഇതാണ് കത്തോലിക്ക സഭ ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയും മറ്റ് ഇതര സഭയിലുള്ള ആളുകളെ ബലപ്രയോഗത്തിലൂടെ അവരുടെ കത്തോലിക്ക മതത്തിലേക്ക് ചേർക്കുകയും ചെയ്തതുകൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ അംഗബലമുള്ളത്. അവർ ഈ മുക്കുവന്മാരെയും ഈ തീരപ്രദേശം മുക്കുവന്മാരെയൊക്കെ ബലമായിട്ട് പിടിച്ച് റോമാ മതത്തിൻ്റെ അടിമത്തത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അവർക്കിവിടെ അംഗബലമുണ്ടായത്. പക്ഷേ പെന്തക്കോസുകാർ അങ്ങനെ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ ഒരാളെ നിർബന്ധിതമായി പിടിച്ചുകൊണ്ടുവന്നല്ലാക്കിയത്. അവൻ അവിടെ ചെന്നു,
അവൻ്റെ വീട്ടിൽ ചെന്നു, അവനോട് സുവിശേഷം പറഞ്ഞു, രോഗിയാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യപ്പെട്ടു. ഭൂതം ബാധിച്ചവർ ഭൂതം മാറി. അവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണം, ആരാധനയ്ക്ക് വരണം. അങ്ങനെയാണ് വളർന്നത്. അല്ലാതെ കത്തോലിക്ക മതം കാണിച്ചതുപോലെ ഈ സൈസ് വൃത്തികേട് കാണിച്ചല്ല. ഒരേ രാജാക്കന്മാരെ അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, ഓരോ ദേശം ഇവർ ചുട്ട് ചാമ്പലാക്കി, കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും നടത്തി, നിർബന്ധിത മതപരിവർത്തനം നടത്തി. കത്തോലിക്കനും പെന്തക്കോസുകാരനും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യാൻ പോലുമില്ല. ഇതാണ് കമ്പയർ ചെയ്യുവാൻ കത്തോലിക്ക സഭയിലുള്ള ടിസം ബ്രദറിനെ പോലുള്ള ഒരു വെല്ലുവിളിക്കുകയാണ്. എന്താണ് നിങ്ങൾ കമ്പയർ ചെയ്യാനിരിക്കുന്നത്? ഒന്നുമില്ല. 100% പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതാണ് ഇതുണ്ട് മതത്തിൻ്റെ അന്ധത, റോമാ മതത്തിൻ്റെ അന്ധത. ഈ അതിൽ കിടക്കുന്ന ആളുകൾക്ക് വിഗ്രഹാരാധന എന്ന ദ്രവ്യാഗ്രഹം, ബിംബാരാധന എന്ന് പറയുന്ന ദൈവം ഏറ്റവും വെറുക്കപ്പെടുന്ന, ദൈവം ഏറ്റവും വെറുത്ത ഒരു കാര്യം. 1, 2 കൽപ്പന നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്, അതിനെ സേവിക്കരുത് എന്ന് പറഞ്ഞ്. ഇത് സേവ മാത്രമല്ല, നമസ്കരിക്കുക മാത്രമല്ല, കുമ്പിട്ട് അവിടെ കിടക്കുക. ഒന്നാലോചിച്ച് 1-ാം കൽപ്പന ലംഘിച്ച ഒരു സമൂഹം, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര കത്തിച്ചു വിടുക. എന്ത് കത്തിച്ചു വിടാനാ? അപ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരും യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളും എഴുതി വെച്ചതാണ്. അത് പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടു. എങ്കിലും ഓരോ ലേഖനങ്ങളായി ഓരോ സഭകൾക്ക് എഴുതിയത് ഓരോ സഭകൾ കയ്യെഴുത്ത് പ്രതിയായി എത്തപ്പെട്ടിരുന്നു. ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മാത്രം പകർത്തി എഴുതാൻ വേണ്ടി ആളുകളെ നിയമിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ടിസം ബ്രദറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞേ. ഒരു വ്യക്തി ഒരു പെന്തക്കോസ്തുകാരനെ നോക്കി അസൂയപ്പെട്ടിട്ടോ അവനെ കണ്ടിട്ട് വികാരം കൊണ്ടിട്ടോ കാര്യമില്ല. ഇതിങ്ങനെ ഭയങ്കര ശക്തമായി കത്തിപ്പടരുന്ന ഒരു തീ പോലെ 1900 ആരംഭിച്ച പ്രസ്ഥാനം 120 വർഷം കഴിയുമ്പോൾ കത്തിപ്പടരുന്ന പോലെ ജനം ഇതിൻ്റെ അകത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദുരുപദേശം പ്രചരിപ്പിക്കുന്നവരില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ സ്വാധീനം ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പഞ്ചാബിലുള്ള ബ്രിജേന്ദർ സിംഗിൻ്റെ അടുക്കിലേക്ക് ഇവിടെ നിന്ന് വരെ ആളുകൾ പലായനം ചെയ്തു പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പെന്തക്കോസ്റ്റൽ സഭകൾ, പെന്തക്കോസ്തുകാർ ഞങ്ങളുടെ ശത്രുവാണ്, നിങ്ങളുടെ ശത്രു, പെന്തക്കോസ്തുകാർ നിങ്ങളുടെ ശത്രുവാകണം. എന്നാലേ സാത്താന്യ സഭ, പൈശാചിക സഭയായ കത്തോലിക്ക സഭയോട് പെന്തക്കോസ്തുകാർ എതിർക്കും. കാരണം എന്താണ്? അത് പൈശാചികമാണ്, ഇത് ദൈവീകമാണ്. അത് പ്രവൃത്തിയിലാണ് അറിയാൻ പറ്റുന്നത്. വിഗ്രഹത്തെ ആരാധിക്കുകയും ബിംബത്തെ ആരാധിക്കുകയും ചെയ്ത് അതിനെ കുമ്പിട്ട് വണങ്ങുകയും ചെയ്യുന്ന ഒരു സഭയും സത്യമായിട്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു സഭയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണ്ട് അസൂയപ്പെട്ടിട്ടോ കുശുമ്പുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? വേദോസം പറയുന്നു, നിങ്ങളെ വിഗ്രഹത്തെ വണങ്ങിയിട്ടും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല, നിങ്ങൾ തിന്നിട്ടും തൃപ്തി വരുന്നില്ല, നിങ്ങൾ പലവിധ വേഷങ്ങളും ഒക്കെ കെട്ടി ഓരോന്നിനെ ഉണ്ടാക്കി ചുമന്ന് തോളത്ത് കയറ്റി തുള്ളിച്ച് ചാടിച്ച് കൊണ്ടു കിടക്കുകയാണ്. ഇത് താഴെ വീണാൽ പൊട്ടിപ്പോകും. പണ്ട് കരോൾ പിരിവിന് ഒരുത്തൻ ഉണ്ണിയേശുവായിട്ട് പോവുകയാണ്. അപ്പോൾ പോയ വഴിക്ക് ഈ കരോൾ പിരിവിനൊക്കെ പോകുന്ന കത്തോലിക്ക സഭയിലുള്ളവരൊക്കെ അടിച്ച് വിറ്റായിട്ടാണ് രാത്രി ഈ കരോൾ പിരിവിന് പോകുന്നത്. അടിച്ച് വിറ്റായിട്ട് നക്ഷത്രമൊക്കെ കൊണ്ട് നടക്കുക. അപ്പോൾ പോയ വഴിക്ക് ഈ ഒരിടത്ത് വീണപ്പോൾ ഉണ്ണിയേശുവിൻ്റെ കാലൊടിഞ്ഞു പോയി. അപ്പം ഒരു വീട്ടിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ യേശുവിന് കാലില്ല, യേശുവിന് കാലില്ല.
ഒന്നാലോചിക്കുക. അപ്പോൾ ഇതൊക്കെ ദൈവനിഷേധമാണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം വളരുന്നൊരു പ്രസ്ഥാനമാണിത്. അവിടെ ദൈവീകത ഇല്ല. ഒരു കുരിശും സ്ഥാപിച്ചിട്ട് അതിൻ്റെ മേളിലൊരു വിഗ്രഹവും ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പേ പോയി ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കുമ്പോൾ ആ വിഗ്രഹത്തിന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കത്തോലിക്ക മതം എന്ന് പറയുന്ന ഒരു പൈശാചിക മതമാണ്. അത് സാത്താൻ്റെ പ്രേരണയാൽ ഉൽപ്പന്നമായ അല്ലെങ്കിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. പൈശാചിക സഭയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് ടിസൺ ബ്രദർ ഇനി എത്ര അലക്കി വെളുപ്പിച്ചെന്ന് പറഞ്ഞാലും ഇതിന് മാറാൻ പോകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ എൻ്റെ വീട്ടുകാരുടെ പുറകെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടോ ഒന്നും ഇവിടെ നേടാനില്ല. അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താം. ഞാൻ പറഞ്ഞ ആശയത്തിന് വല്ല മറുപടി പറയാനായിട്ട് പറ. ആണുങ്ങളെപ്പോലെ സംസാരിക്കുക. അല്ലാതെ ഈ എന്നെ നുണയും കെണിയും പറഞ്ഞു കിടക്കുന്ന കുറേ നമ്മൾ പറയാണ്ട് കുറേ പെണ്ണുങ്ങളുണ്ട്. ഈ കുശുമ്പും നുണയും കെണിയും പറഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ ചില പെണ്ണുങ്ങൾക്ക് ഈ സ്വഭാവമുണ്ട്. ഈ നുണയും ഏഷണയും കുശുമ്പും നുണയും പറഞ്ഞു നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അവൻ്റെ വീട്ടിൽ അവൻ്റെ പെണ്ണുമ്പിള്ള എങ്ങനെയാണ്, ഇവൻ്റെ പെണ്ണുമ്പിള്ള എങ്ങനെയാണ്, അവൻ്റെ അപ്പൻ എങ്ങനെയാണ്, ഇവൻ്റെ അപ്പൻ എങ്ങനെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞ നാണം കെട്ടവന്മാരാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡും ഉള്ളവനില്ല. സ്വന്തം ഭാര്യേനെയും സ്വന്തം അമ്മേനെയും സ്വന്തം വീട്ടിലുള്ളവരെയും വിശ്വാസമില്ലാത്തവൻ ഇവനൊക്കെ ഇങ്ങനെ ലോകത്തിലുള്ള സകലരുടെയും വീട്ടിൽ അന്വേഷിച്ച് നടക്കും. അതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ്. അതൊക്കെ അവരെയൊക്കെ പിടിച്ച് വല്ല മെൻ്റൽ ഹോസ്പിറ്റലും കൊണ്ട് ഊളംപാറയെ കൊണ്ടിടുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പറഞ്ഞ ആശയങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ പറയാം. അല്ലാതെ വ്യക്തിപരമായി ഒരു അധിക്ഷേപം ഞാൻ നടത്തിയിട്ടില്ല. ആശയങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് നിങ്ങളുടെ ഒരു കത്തോലിക്കരുടെ അറഞ്ചീട്ടും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. ഞങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കണം, എന്ത് ദൈവത്തെ ആരാധിക്കണം ഞങ്ങളുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നിങ്ങളെപ്പോലെ ലോകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇനി ഒരു വെല്ലുവിളിയും കൂടെ. ഷിബു പീഡിക്കൽ ബ്രദറുമായിട്ട് ഡിബേറ്റിന് തയ്യാറുണ്ടെങ്കിൽ ഒന്ന് രംഗത്ത് വരണം. താങ്കൾ അത്ര ശക്തനാണെങ്കിൽ താങ്കളുടെ പുറകെ നടന്നു പോട്ടെ. ഏതെങ്കിലും കത്തോലിക്കനുണ്ടെങ്കിൽ വന്നാലും മതി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.